സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യൻ ടീമിന് കളിക്കാനുള്ളത് അഫ്ഗാനിസ്ഥാനെതിരെ 3 T20 മത്സരങ്ങളാണ് കളിക്കാനുള്ളത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആദ്യ T20 ആവട്ടെ ജനുവരി 11-നാണെങ്കിൽ രണ്ടാം T20 ജനുവരി 14-നും മൂന്നാം T20 ജനുവരി 17-നുമാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ ടീമാവട്ടെ അവസാനമായി കളിച്ച T20 പരമ്പരയാവട്ടെ സമനിലയിൽ അവസാനിച്ചിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും. എന്നാൽ ഈ ഒരു പരമ്പരയിൽ സൂര്യകുമാർ യാദവ്, ഋതുരാജ് ഗെയ്ക്വാദ്, ഹാർദിക് പാണ്ഡ്യ താരങ്ങൾ ഈ ഒരു T20 പരമ്പരയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള ചില റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട്. ഇതിൽ സൂര്യകുമാർ യാദവിൻ്റെ കാര്യവും ഋതുരാജിൻ്റെ കാര്യവും ഡൗട്ട്ഫുൾ ആണ്. ഇതിൽ സൂര്യകുമാർ യാദവിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള T20 പരമ്പരയിൽ പരിക്കേറ്റിരുന്നു. ഗെയ്ക്വാദിനോടെ ഏകദിന പരമ്പരയ്ക്കിടയിൽ താരത്തിനും പരിക്കേറ്റിരുന്നു. താരം ഇപ്പോഴും പരിക്കിൽ നിന്നും ഇരു താരങ്ങളും മുക്തനായിട്ടില്ല. അതോടൊപ്പം ചില റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട്. രോഹിത് ശർമ്മ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തേക്കുമെന്നുള്ള ചില ന്യൂസുകൾ കാണപ്പെടുന്നുണ്ട്. എന്നാൽ മലയാളി താരം സഞ്ജു സാംസണും ഈ ഒരു പരമ്പരയിൽ അവസരം ലഭിച്ചേക്കുമെന്നുള്ള ഇൻസൈഡർ സ്പോർട്സിൻ്റെ ചില റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട്. രോഹിത് ശർമ്മക്കും ഇഷാൻ കിഷനും അവസരം ഉണ്ടായേക്കും ഈ ഒരു പരമ്പരയിലും വീണ്ടും.